ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പോളയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യം ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയ്ക്കെന്ന് പറയുമ്പോൾ സാധാരണ ഒരു പോളയുടെ വലുപ്പമാണ് കേട്ടോ ഉണ്ടാവുക. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് അങ്ങനെ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളങ്ങനെ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കഴിക്കാനും നല്ലതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ള കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ മൈദ സെപ്പറേറ്റ് ആയിട്ട് കാണാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, പക്ഷേ നമ്മളിങ്ങനെ തവി കൊണ്ട് എന്തെങ്കിലും ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കുഞ്ഞ് സവാള, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയുടെ പകുതി, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം അരിയുന്നത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ എരിവാണെങ്കിലും പച്ചമുളക് എൻ്റെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണേൽ ചേർക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഓംലെറ്റിൻ്റെ മിക്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സവാളയും തക്കാളിയൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ടും എടുക്കാം. എനിക്ക് കുറച്ച് കൂടുതലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ്. ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അതിനകത്തോട്ട് ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ 1-1.5 കപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ചെയ്ത ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ള മയണൈസാണ് കേട്ടോ. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ മയണൈസ് മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫില്ലിങ്ങിന് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം മയണൈസിലൊക്കെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു സോസ് പാൻ വെക്കുന്നതിന് മുമ്പായിട്ട് അടിയിലൊരു പഴയ തവ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് നന്നായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പകുതി ഒഴിച്ചതിന് ശേഷം നമ്മളത് ഒഴിച്ച് വരുമ്പോൾ തന്നെ സെറ്റാവും. മുട്ടയായതുകൊണ്ട് തന്നെ അഥവാ നിങ്ങൾ സെറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിംഗ് മൊത്തമായിട്ട് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക, എല്ലാവരുടെയും ആവുന്ന രീതിയിൽ. ഒരുപാടിട്ട് പ്രസ് ചെയ്യേണ്ട, എല്ലാവരുടെയും ഒന്ന് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും ഈ പോളയ്ക്ക് ഒരു ഓംലെറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു ഷവർമയുടെയും ഒക്കെ കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഉണ്ടാവുക. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇനി നമ്മൾ മസാല മൊത്തം വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള മുട്ടയുടെ ആ ഒരു ബാറ്റർ, ആ കൂട്ടും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. മസാല വെക്കുന്നതും മുട്ടക്കൂട്ട് ഒഴിക്കുന്നതൊക്കെ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ സൈഡിലൊക്കെ മൊത്തമായിട്ട് ആ ഒരു മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മേൽഭാഗം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 15 മിനിറ്റാണ് വേവിച്ചിട്ടുള്ളത്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ അടിഭാഗമൊക്കെ വെന്ത് മനസ്സിലാവും കേട്ടോ. അടിഭാഗം വെന്ത് മനസ്സിലാവും, സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മേൽഭാഗം നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇത് മേൽഭാഗം തിരിച്ചിടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്
ഒരു ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള പാനിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റും കൂടി അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.